ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുത്തുരൂപതയിലെ ഭവനജ്യോതിസ് ദൈവവചന പാരായണത്തിന് സഹായകരമാകുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം ക്രമപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഈ ദൈവവചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭ, മലങ്കര കത്തോലിക്ക സഭ ഈ കാലയളവിൽ പ്രത്യേകിച്ച് സഭയുടെ ശതാബ്ദി ആഘോഷിക്കാനായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ദൈവവചനം വളരെ അഭിഷേകത്തോടുകൂടി വായിക്കണമെന്ന് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സ് സുവിശേഷ സംഘാംഗങ്ങളുടെ പ്രത്യേകമായ നേതൃത്വത്തിൽ അത് നടപ്പിലാക്കാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതിന് സഹായകരമാകുന്ന ലെക്സിയോ ദിവീന എന്ന ബൈബിൾ പാരായണ ക്രമം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഭാപിതാവായ ഒരിജിൻ 3-ാം നൂറ്റാണ്ടിൽ ക്രമപ്പെടുത്തിയതും തുടർന്ന് ആദിമ സഭയിൽ സന്യാസ ആശ്രമങ്ങളിൽ നിലനിന്നിരുന്നതുമായ ഒരു പ്രത്യേക വിശുദ്ധ ഗ്രന്ഥ പാരായണ രീതിയാണ് ലെക്സിയോ ദിവീന അഥവാ വിശുദ്ധ വായന ക്രമം എന്നുള്ളത്. ദൈവവചനം വളരെ പ്രധാനമായി നമ്മൾ ലിഖിത രൂപത്തിൽ എഴുതപ്പെട്ട ബൈബിളിനെ നമ്മൾ ദൈവവചനം എന്ന് പറയുമ്പോഴും 7 തലങ്ങളിലാണ് ദൈവവചനം നമുക്ക് കാണാൻ സാധിക്കും. 1, ആദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിന്റെ വചനം. 2, സൃഷ്ടിശക്തിയുള്ള ദൈവത്തിന്റെ വചനം. 3, പൂർവ്വപിതാക്കന്മാർ വഴിയും പ്രവാചകൻ വഴിയും സംസാരിക്കപ്പെട്ട തിരുവചനം. 4, മനുഷ്യനായി തീർന്ന ദൈവത്തിന്റെ വചനം. 5, അപ്പമായി തീർന്ന ദൈവത്തിന്റെ വചനം. 6, ലിഖിതമായി തീർന്ന ദൈവത്തിന്റെ വചനം. 7, പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം. വളരെ നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ ദൈവവചനം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ വിശുദ്ധ വായനയ്ക്ക് ഉള്ളൊരു ക്രമം ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തട്ടെ. വിശുദ്ധ വായന ഇപ്രകാരമായിരിക്കണം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിശുദ്ധ വായനയ്ക്കായി ഒരു പശ്ചാത്തലം ക്രമീകരിക്കണം. 2 മെഴുകുതിരികൾ കത്തിച്ച് ഒരു കുരിശിന് മുൻപിൽ ഒരു ബൈബിൾ തുറന്ന് ആദ്യം പ്രതിഷ്ഠിക്കണം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് കത്തുന്ന തിരി. ഒരു ദൈവീക അന്തരീക്ഷം അവിടെ നാം രൂപപ്പെടുത്തുകയാണ്. സാധാരണ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്ന പോലെ അല്ല വിശുദ്ധ ബൈബിൾ വായിക്കാൻ എടുക്കുന്നതെന്ന ബോധ്യവും നമ്മളിൽ ഉണ്ടാകുന്നു. ഒരു ദൈവീക അന്തരീക്ഷം ഇതിലൂടെ നാം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പരിശുദ്ധാത്മാവിനുള്ള ഗാനം ആലപിച്ച് വചനം ശ്രവിക്കുവാനും ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനും വചനം ഹൃദയ വയലുകളിൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരു ആത്മീയ ഒരുക്കം നടത്തി വേണം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ. ഈ വായന വ്യക്തിപരമായും കുടുംബപരമായും ചെറിയ സമൂഹമായും നടത്തുവാൻ സാധിക്കും. വിശുദ്ധ ബൈബിൾ വായന ഇപ്രകാരം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, അക്ഷരങ്ങളാകുന്ന തടവറയ്ക്കുള്ളിൽ കഴിയേണ്ടതല്ല ദൈവവചനം, അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാറണം. അതായത് പ്രാർത്ഥനയുടെ പരിണാമമാണ് ബൈബിൾ വായന. അതായത് പ്രാർത്ഥന നമുക്കറിയാം ദൈവവുമായുള്ള സംഭാഷണമാണ്. അതിന്റെ പൂർണ്ണതയാണ് വചനം വായന. പരിശുദ്ധ അങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ നമ്മുടെ എഫാത്ത എന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധമായ ദൈവാനുഗ്രഹവും ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാം, ദൈവവചനത്താൽ അഭിഷിക്തരാകാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.